ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച പോലെ സമകാലികത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥികളെക്കുറിച്ച് ബ്രീഫ് ചെയ്യാം. സമകാലികം സെഷനിൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ വിസ്റ്റം യൂത്തിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വയനാട്ടിലെ സന്ദർശനത്തിൻ്റെ ചുരുക്കം ഇതായിരുന്നു: വയനാട്ടിലെ വിഷമം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും നേരിൽ പോയി കാണുക, മുഴുവൻ പ്രശ്നബാധിതരായ പ്രളയബാധിതരായ മുഴുവൻ വ്യക്തികളെയും നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് നമ്മൾ ധാരണയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 100ഓളം ആളുകളാണ് ആ ഒരു സെഷനിൽ വന്നത്, ആ ഒരു പരിപാടിയിൽ വന്നത്. 100ഓളം ആളുകളായിരുന്നു വന്നത്. അതിൽ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ശരിക്കും നമ്മൾ മീഡിയ ബൈറ്റുകളിൽ കുറേ അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും മീഡിയ ബൈറ്റുകളിൽ കണ്ടതിലേറെ തീവ്രമായ അനുഭവങ്ങളും തീവ്രമായ കൈമാറലുകളാണ് അവിടെ നടന്നത്. ഏകദേശം രാവിലെ ഒരു 10 മണിയോടുകൂടെ ഫീൽഡിലിറങ്ങി ആളുകൾ എത്തിയത് ഒരു 4 മണിയുടെയും 6 മണിയുടെയും ഇടയിലാണ്. അപ്പോൾ ഒരു 4:30 നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ, അതിൻ്റെ ഒരു പൂർത്തീകരണ സെഷൻ ആരംഭിച്ചു. പോയ ഓരോരുത്തരും അവർക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം പോകുന്ന മുഴുവൻ ആളുകളും അവർക്ക് ചില ചോദ്യാവലികൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പോർട്ടൽ, പബ്ലിക് ഡൊമൈനിലൊരു പോർട്ടൽ ഇപ്പോൾ ലഭ്യമാണ്. സ്നേഹസ്പർശം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോർട്ടൽ എന്നുള്ള പേരിലൊരു പോർട്ടൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോർട്ടലിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു സെഷനായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതിൽ 100 ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്ത ആളുകൾ തന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ധാരണകൾ നമ്മൾ സ്ഥലം MLAയുമായി സംസാരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുമായി അത് കാര്യങ്ങൾ കൈമാറുന്നുണ്ട്. നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ വിഷയം. ശനിയാഴ്ച ആളുകൾ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, അതിൽ പുട്ടുംകുറ്റി മുതൽ ഫ്രിഡ്ജ് വരെയുള്ള വ്യത്യസ്ത സംഗതികളുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്ന് പരമാവധി കാര്യങ്ങൾ ഇന്നത്തോടു കൂടെ, ഇന്നലെയും ഇന്നുമായി ഇൻഷാ അല്ലാഹ് ആളുകളുടെ കരങ്ങളിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സമകാലികം സെഷനിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് അസ്ഹർ അത്തേരിയാണ്. അദ്ദേഹം കൊയിലാണ്ടി സ്വദേശിയാണ്, പ്രവാസിയാണ്. കുവൈത്തിലെ ഇസ്ലാഹി ചലനങ്ങളിലും പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നാട്ടിലുണ്ട്, ഇടവേളയിൽ നാട്ടിലുണ്ട്. 2 ഹാഷിം കാക്കയങ്ങാടാണ്. അദ്ദേഹം വിസ്റ്റം യൂത്തിൻ്റെ ഭാരവാഹിയാണ്, ഇരിക്കൂർ സ്വദേശിയാണ്. അതോടൊപ്പം ഇരിട്ടിയാണ്, ഇരിക്കൂറല്ല, ഇരിട്ടി സ്വദേശിയാണ്. അതോടൊപ്പം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ നന്നായി ഇടപെടുന്ന വ്യക്തിത്വമാണ്. അബ്ദുറഹ്മാൻ കാസർഗോഡാണ് മറ്റൊന്ന്, വിസ്റ്റം യൂത്തിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്. ഞാൻ ആദ്യം ആഷിമിലേക്ക് പോകുന്നു. ആഷിം, കേൾക്കാമോ? ആഷിം, കേൾക്കാമോ? ആഷിം, യാത്രയിൽ വ്യത്യസ്തമായ ധാരാളം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പിൽ നിന്ന് അത് പങ്കുവച്ചിരുന്നു. ക്യാമ്പിൽ നിന്ന് പങ്കുവച്ചത് അത്രയും മനസ്സിൽ സ്വാധീനിച്ചതുകൊണ്ട് തന്നെയാണ് താങ്കളെ ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മളെ ലൈവിൽ വിളിച്ചത്. ഇറങ്ങി നടത്തത്തിനിടയിൽ കണ്ട ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. അതായത് ജീവിതത്തിൽ ഇത്രയും ആയുസ്സിനിടയിൽ കിട്ടിയ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അവിടെ ഒരു ദുരന്ത ബാധിതരുമായിട്ടൊരു നേരിട്ടുള്ള സംസാരം. എനിക്ക് കിട്ടിയത് ഒരു 4 കുടുംബത്തെ മാത്രമേ. ഈ 4 കുടുംബത്തോട് സംസാരിച്ച് ഒരു 10:30 മണി മുതൽ ഏതാണ്ട് ഒരു 6 മണി വരെ സംസാരിച്ചത് ഈ 4 കുടുംബത്തോട് മാത്രം. അതെല്ലാം നമുക്ക് ഇവിടെ പങ്കുവെക്കൽ പ്രായോഗികമല്ല. പക്ഷെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച 1-2 അനുഭവമുണ്ട്. അതിലൊരു ഒരു വലിയ സമ്പന്നൻ, മുണ്ടക്കൈയിലെ അതിസമ്പന്നനായിരുന്ന ഒരാൾ. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, ഒരു മിഡിൽ ഏജ് ഉള്ള ഒരു വ്യക്തിയാണ്. 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്, പിന്നെ ഉമ്മയും ഭാര്യയും. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് മനസ്സിലായത് ഇതൊരു അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് എന്നുള്ള രീതിയിൽ അയാൾ ഉൾക്കൊണ്ടു. ഇപ്പൊ അദ്ദേഹത്തിന്റെ നഷ്ടം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മളിങ്ങനെ പറഞ്ഞു, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് വന്നത്, അതല്ലാതെ കുറെ സഹതപിക്കാനോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് പിന്നെ ഒരു മഴ പെയ്യുന്നത് പോലെ പെയ്തൊഴിയാണ്. അത്
കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ മാനസികമായ സപ്പോർട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ ആ രീതിയിൽ നമ്മൾ വന്നിട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം കുറെ അനുഭവങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമതായിട്ട് അദ്ദേഹം വലിയൊരു പണക്കാരനായിരുന്നു. നമ്മുടെ കയ്യിലെ ഏതാണ്ട് കുറെ ബിൽഡിങ്ങുകൾ, പിന്നെ കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വേറെയും ഒരുപാട് പിന്നെ ഇടപാടുകൾ അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തന്നെ ഏറ്റവും നല്ലൊരു വീടായിരുന്നു. ഇന്ന് രാത്രി തലേന്ന് മഴയുടെ ആ ഭീകരത കണ്ടപ്പോ ഒന്ന് മാറിപ്പോകാം എന്ന് കരുതിയിട്ട് വീട്ടിലുള്ള സാധനം എടുക്കാതെ പിന്നെ ചൂരൽമലയിലേക്ക് വന്ന് താമസിച്ചു. ആ സമയത്താണ് ഉരുൾപൊട്ടി. അപ്പൊ വരുന്ന സമയത്ത് വൈഫ് പറഞ്ഞു, സ്വർണവും പൈസയും വീട്ടിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു, നമുക്ക് എടുത്തൂടെ നമുക്ക് ഞങ്ങളെ തിരിച്ചു പോകുന്നില്ലേ, എന്തിനാ നമ്മൾ എടുക്കുന്നത്. അപ്പൊ പറഞ്ഞാന്ന് വെച്ചാൽ മുണ്ടക്കയില് ഇങ്ങനെ പൊട്ടല് സാധാരണയാണ്, ഇടക്കൊക്കെ പൊട്ടും, അതാ പുഴ വഴി അങ്ങനെ പോകും, അതുകൊണ്ട് നമ്മൾ അത്ര കാര്യമാക്കിയില്ല. മുന്നറിയിപ്പുകളൊക്കെ അത്യാവശ്യം വന്നിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടത് പിന്നെ ഗവൺമെന്റ് നിശ്ചയിച്ച മാനദണ്ഡപ്രകാരം കിട്ടുകയാണെങ്കിൽ പോലും ഒരു 6 കോടി രൂപ എനിക്ക് കിട്ടണം, എന്നാൽ പോലും എന്റെ നഷ്ടത്തിന് പരിഹാരമാണ്. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമില്ല, എന്നെ സംബന്ധിച്ചുള്ള വിഷയമില്ല. എന്റെ ജീവൻ കിട്ടി, എന്റെ മക്കളുടെ ജീവൻ കിട്ടി, എന്റെ ഉമ്മാന്റെ ജീവൻ കിട്ടി, പിന്നെ എന്റെ വൈഫിനെ കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഞാനൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല. നമ്മളാ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാൽ നൗഫല് മകനും മക്കളും അതുപോലെ തന്നെ ഭാര്യ ഒക്കെ നഷ്ടപ്പെട്ട വ്യക്തിയുണ്ട്. അദ്ദേഹത്തെയൊക്കെ അവിടുന്ന് മാത്രം 35ഓളം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇദ്ദേഹമാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്തത് പല സ്ഥലത്ത് മേപ്പാടി. അപ്പം കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ സംസാരിച്ചു. ഏതാണ്ടൊരു 2 മണിക്കൂറിനടുത്ത് സമയം അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് അദ്ദേഹം പറഞ്ഞ മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടു, കുറെ ആൾക്കാർ നഷ്ടപ്പെട്ടു എന്നതിലൊപ്പം ഇത് മൊത്തത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. ഇപ്പൊ താജുസ്ലായി പറഞ്ഞതുപോലെ മീഡിയയിൽ വന്നതോ സോഷ്യൽ മീഡിയയിൽ വന്നതോ നമ്മുടെ ഫോണിന്റെ ആ സ്ക്രീനിന്റെ വലുപ്പത്തിൽ കാണുന്നതോ അതിനപ്പുറത്തേക്ക് കുറെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. അതിന്റെ ഒരു അനുഭവസ്ഥനായ ഒരാൾ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്ന് നമുക്കൊരു പാഠം, അവർക്കുള്ള പാഠം പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഇതൊന്നും ഏൽക്കാത്ത നമുക്കും കൂടിയുള്ള പാഠാണെന്നൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിസ്സാരത, നമ്മുടെ പിന്നെ നമ്മളൊന്നുമല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കി തന്നൊരു അനുഭവം. അദ്ദേഹം എന്നിട്ടും പിന്നെ നിരാശപ്പെട്ട് നിൽക്കാതെ വലിയൊരു പദ്ധതികളിലേക്ക്, പിന്നെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന്റെ ചുവടുവെപ്പ് അദ്ദേഹം നടത്തിയെന്നാണ്. അദ്ദേഹം 35 ആൾക്കാർ, എല്ലാം നഷ്ടപ്പെട്ട 35 ആൾക്കാർ ഒരു സ്പൈസസിന്റെ ഒരു വലിയ ഇന്റർനാഷണൽ ലെവലിൽ കമ്പനി തുടങ്ങാൻ ഫോം ചെയ്യാനുള്ള പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞാന്ന് പറഞ്ഞത് PC മുസ്തഫയെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്നതാണ്. നമ്മൾ ID ഫ്രഷിന്റെ PC മുസ്തഫ സാർ. അപ്പോൾ നമുക്കൊരു വലിയ പാടാണ്, കുറെ അനുഭവങ്ങളുണ്ട്. പിന്നെ അതിലെനിക്ക് ഏറ്റവും ഹാർട്ട് ടച്ച് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിലൂടെ ശ്രമിച്ചത്. ഇതില് അന്നത്തെ ദിവസം താങ്കൾ പങ്കുവെച്ച ഒരു വാചകമാണ് എന്നെ വളരെ ഇരുത്തി ചിന്തിപ്പിച്ചത്. നുസാൻ ക്യാമ്പിൻ്റെ ഇടയിൽ ഇതിൻ്റെ കൺക്ലൂഷൻ സെഷനിൽ ആശിം പറയണ്ടായി, അദ്ദേഹത്തിൻ്റെ പഴയ പ്രൗഢി നിറഞ്ഞ ജീവിതകാലം അദ്ദേഹം ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. ഇതെൻ്റെ റിസോർട്ടായിരുന്നു, ഇതെൻ്റെ ഫാമായിരുന്നു, ഇത് ഇന്നതായിരുന്നു എന്നതിങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അതിൻ്റെ ആ ഒരു അവസ്ഥ പലപ്പോഴും ചെറിയ നഷ്ടങ്ങൾക്ക് പോലും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. വളരെ ചെറിയ നഷ്ടത്തിന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾ ഡിപ്രസ്ഡ് ആണോ, നിങ്ങൾ നിരാശരാണോ, നിങ്ങൾ വിഷമത്തിലാണോ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മരുന്ന് കുറച്ച് പ്രളയബാധിതരായ മനുഷ്യന്മാർ പോയി കാണുക. ഇതിൽ ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അസ്ലുണ്ട്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാളും മുകളിലുള്ളവരിലേക്കല്ല നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ അവഗണിക്കാതിരിക്കാൻ നല്ലതാണെന്നാണ്. അപ്പം വളരെ ചെറിയ നഷ്ടങ്ങളുടെ പേരിൽ സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഒരു വളരെ ചെറിയ നഷ്ടങ്ങൾ, അതിൻ്റെ പേരിൽ മാനസികമായി തകരുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം 41 അംഗങ്ങളെ നഷ്ടപ്പെട്ട വ്യക്തിയെ നേരിൽ കണ്ട അനുഭവം ചില സുഹൃത്തുക്കൾ പറയണ്ടായി. നഷ്ടപ്പെട്ട മകനെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത് അങ്ങനെ കരഞ്ഞ് കഴിയുന്ന, സങ്കടത്തോടു കൂടെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ഇപ്പോഴും അതിൻ്റെ പേരിൽ മരുന്നൊടിക്കുന്നവരുണ്ട്. നമ്മുടെ ശ്രോതാക്കളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ അല്ലേ, ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പോലും ഉണ്ടാകും. അപ്പോൾ ഇത്ര മഹാനഷ്ടങ്ങൾ നമ്മൾ ക്യാമ്പിലേക്ക് പോകുമ്പോൾ
ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, ക്യാമ്പിൽ നമ്മൾ കൊടുത്തൊരു ഡയറക്ഷൻ ഇതാണ്: ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളിപ്പോൾ മുമ്പൊരിക്കലുണ്ടായ ഒരു അനുഭവം ഞാനവിടെ പങ്കുവച്ചിരുന്നു. ഒരാൾ കുടിച്ച് തീർത്ത സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ, ആ ഒരു പിന്നെ വലിയ കുപ്പിയല്ലാത്ത ചെറിയ കുപ്പി ഉണ്ടല്ലോ, ക്യാൻ, ഇത് കുടിച്ച് ഉപേക്ഷിച്ചത് അങ്ങനെ വന്ന് നേരെ ഈ ബ്രേക്കിൻ്റെ താഴെ വന്ന് നിന്നു. ഇയാൾ അറിഞ്ഞില്ല, ബ്രേക്ക് ചെയ്യേണ്ട ഒരു സമയം ചവിട്ടിയിട്ട് കിട്ടിയില്ല, ഒന്നിച്ച് പോയി, തീർന്നു, അത്രേ ഉള്ളൂ. അപ്പം പ്രളയം തന്നെ വന്നോളന്നില്ല. നമ്മളെ വീട് മലയടിവാരത്തിലല്ല എന്നതൊന്നും വിഷയമല്ല. അപ്പം നമുക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ, ഇപ്പോൾ ഷിഹാബിൻ്റെ കാര്യം നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. ഷിഹാബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അയാളുടെ ഭാര്യയും ഒന്നിച്ച് സന്തോഷം പറഞ്ഞ് വിസ്റ്റേൺ ഡേയും കഴിഞ്ഞ് അവർ വരികയാണ്. അവർ കോട്ടക്കലേക്കാണ് ലക്ഷ്യം. പക്ഷേ പുത്തൻതാടി ഹൈവേയിലെത്തിയപ്പോൾ അദ്ദേഹം അവസാനിച്ചു. പിന്നെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണമൊക്കെ വേറെ പലരുമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ആശിം പങ്കുവച്ച ഈ അനുഭവത്തിൽ കുറേയധികം പാഠങ്ങൾ തീർച്ചയായും ഉണ്ട്. അതോടൊപ്പം എനിക്ക് ഹാഷിംക പറഞ്ഞൊരു അനുഭവത്തിൽ ഏറെ പ്രസക്തമായി തോന്നിയൊരു വിഷയം, സർക്കാർ നൽകിയ കണക്ക് പ്രകാരം നോക്കിയാൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്, പക്ഷേ ഞാൻ ഇപ്പോഴും സംതൃപ്തനാണ് എന്ന് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. അതിലുള്ളൊരു കോൺഫിഡൻസും ഒരു സന്തോഷവും അദ്ദേഹത്തിൽ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. കാരണം എൻ്റെ ഉമ്മ ഇന്ന് ജീവനോടെ ഉണ്ട്, എൻ്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നഷ്ടങ്ങളെക്കാൾ ആ നഷ്ടങ്ങളിലൊക്കെ അനുഗ്രഹങ്ങൾ അദ്ദേഹം ഓർക്കുക എന്നുള്ളതാണ് പലപ്പോഴും ആ നഷ്ടങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് നമുക്ക്. അല്ല, അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, ചുറ്റുമുള്ളവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുക കൂടി ചെയ്യാണ്. ഇവരൊന്നും ഒരിക്കലും മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇവരൊന്നും, അതുകൊണ്ടാണ് നമ്മളത് ഇവിടെ ഒന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം നോക്കല്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരാളൊരു അനുഭവം പറയണ്ടായി. അത് കറക്റ്റ് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അസ്ഹറിനും ഇവർക്കൊക്കെ പറയാൻ കഴിയുണ്ടാകും. പിന്നെ അത് ഒരാൾ അയാളുടെ കുറച്ച് ബാങ്ക് ബാലൻസ്, അപ്പോൾ ഒരാൾ വളരെ ഹാഷിം, അത് ഈ വ്യക്തി തന്നെയാണോ ബാങ്ക് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കൂടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചൊരു അനുഭവം പറഞ്ഞിരുന്നല്ലോ? അതുവരെ ഇല്ലാത്ത രീതിയിൽ വലിയ എമൗണ്ട് തലേന്ന് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു. അതെടുത്ത് നാളെ രാവിലെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണ്ടല്ലേ എന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ശരിക്ക് നമ്മൾ ആലോചിക്കും, ഇത്രയും വലിയ ബാങ്ക് ബാലൻസ്, ഇത്രയും വലിയ റിസോർട്ടും സെറ്റപ്പൊക്കെ ഉള്ള ഒരാൾ, അയാളെ വീടും ഇതൊക്കെ പോയാലും അയാളെ അക്കൗണ്ടിലാണല്ലോ ഇപ്പോൾ ആളുകൾ ക്യാഷൊക്കെ സൂക്ഷിക്കണമെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ തൊട്ട് മുന്നത്തെ ദിവസം ബാങ്കിൽ പോയി വലിയൊരു എമൗണ്ട് പിൻവലിച്ചത് അവിടെ കൊണ്ടുവന്ന് വെച്ചു, മൊത്തം പോയി. അപ്പോൾ നമ്മളെ പ്ലാനിങ്ങിലല്ല ഒന്നും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെ പ്ലാനിങ്ങിലല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പടച്ചവൻ്റെ രക്ഷപ്പെടുത്തലും പടച്ചവൻ്റെ പരീക്ഷണമൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഇന്നലെ എൻ്റെ സ്റ്റുഡൻറ്റ് ഞങ്ങൾ അഷ്മില എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈവിൽ പറഞ്ഞു, അഷ്മില എന്ന് പറയുന്ന എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇന്നലെ എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞ്, അവരുടെ അനിയത്തിയുടെ കുട്ടിയുടെ ഡ്രസ്സ് വീട് മൊത്തം ഒലിച്ചു പോയി, ഒന്നുകൂടെ ബാക്കിയില്ല. പക്ഷേ ഒരു കവറിൽ അവരുടെ കുഞ്ഞു വാവൻ്റെ ഡ്രസ്സ് മാത്രം അവിടെ ബാക്കിയുണ്ട്. ഒരു വല്ലാത്ത ചിത്രമാണത്. ആളുകൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിടത്തെ ഡ്രസ്സ് മാത്രം അവിടെ ഇങ്ങനെ ബാക്കി കിടക്കുക. മഴവെള്ളം ഇങ്ങനെ ഉറ്റിയിട്ട് മണ്ണിങ്ങനെ തെറിക്കൂലേ, അങ്ങനെ ഈ ഉടുപ്പിൻ്റെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ചിത്രം വരച്ച പോലെ കുറച്ച് ഡോട്ടുകൾ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മഹാപ്രളയത്തിൽ എല്ലാം ഒഴുകിപ്പോയ, മണ്ണും കല്ലും മനുഷ്യനും എല്ലാം ഒഴുകിപ്പോയ മഹാപ്രളയത്തിൽ ആ കുഞ്ഞുടുപ്പുകൾ മാത്രം അവിടെ ബാക്കി വെക്കുന്നത്, അള്ളാഹു അതിലൊക്കെ വലിയ പാഠങ്ങളും വലിയ സന്ദേശങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ബാക്കി ആളുകളിലേക്ക് കൂടി പോകണം. അസ്ഹർ പോയ ടീം, നിങ്ങൾ പോയ ഏരിയ, നിങ്ങൾ കണ്ട വ്യക്തികളിൽ ഏറ്റവും പ്രസക്തമായത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് വളരെ വേഗത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഞാൻ പോയ 12ഓളം വീടുകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ തുടക്കം മുതൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ദുരന്തങ്ങളുടെ അതിതീവ്രതയും പിന്നെ അതുപോലുള്ള കാര്യങ്ങളും പ്രയാസങ്ങളും എല്ലാം. സത്യത്തിൽ ശനിയാഴ്ച വിസ്ഡം യൂത്തിന്റെ കൂടെ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച ഞാൻ അവിടെ മറ്റൊരു ആവശ്യവുമായി പോവുകയും ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം നേരിട്ട് നടന്ന് പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ കണ്ട പല വീടുകളും കണ്ടപ്പോൾ ഞാൻ വളരെ അതിശയോക്തിയോടുകൂടി നോക്കുകയുണ്ടായി.
അവിടെ നടന്ന ദുരന്തത്തിന്റെ തീവ്രതയും അള്ളാഹുവിന്റെ ഒരു വലിയ പരീക്ഷണം നേരിട്ട് കാണുമ്പോൾ പല ആയത്തുകളും ആ സമയത്ത് മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്ന വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അത് പറഞ്ഞ് അറിയിക്കാൻ പ്രയാസമാണ്. നേരിട്ട് കാണുമ്പോൾ തന്നെ അത് എല്ലാവർക്കും ബോധ്യപ്പെടുള്ളൂ. പ്രത്യേകിച്ച് നമ്മള് ഖുർആനിലെ കഴിഞ്ഞു പോയ പല സമൂഹങ്ങളുടെയും അള്ളാഹു ഇറക്കിയ ശിക്ഷകളെ കുറിച്ചെല്ലാം ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. വളരെ ആകസ്മികമായി അപ്പോൾ ഞാൻ കണ്ട പല വീടുകളുടെയും അവകാശികൾ, അതിന്റെയൊക്കെ വീടുകളിൽ താമസിച്ചിരുന്ന ആളുകളെയാണ് തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച ഞാൻ നേരിട്ട് പോയി ഇരുന്ന് അവരോട് സംസാരിക്കേണ്ട വല്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായി. അതില് എനിക്ക് തോന്നുന്നു, അതിജീവിച്ച, ജീവൻ തിരിച്ചു നൽകിയ, മരണത്തെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് മൂക്കിലും വായിലും മുഴുവനായി ചളിയായി അതിൽ നിന്ന് തിരിച്ചു വന്ന രണ്ട് സഹോദരികൾ വല്ലാതെ അവരുടെ സംസാരം വല്ലാതെ എന്നെ സ്വാധീനിക്കുകയുണ്ടായി. ഷാഹിദ എന്ന് പറയുന്ന പേരുള്ള അവരുടെ ഒരു കുടുംബം, അവരുടെ ജീവിതാധ്വാനത്താൽ അവർ ഇത്രയും കാലത്ത് ഉണ്ടാക്കിയെടുത്തൊരു വീട്, അവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞു. അപ്പം വളരെ പ്രയാസപ്പെട്ട് അവർ ജീവിക്കുന്നതിനിടയിൽ അവർക്ക് ഉണ്ടായ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ പറഞ്ഞതുപോലെ. അവരൊക്കെ ഇത് ആവർത്തിച്ച് ഇപ്പൊ നേരത്തെ ഹാഷിംക പറഞ്ഞതുപോലെ അവിടെ എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് അറിയാം, അത് ഇനി മുമ്പും അറിഞ്ഞവരാണ്. എന്നാൽ പോലും ഇത്രയേറെ ഞങ്ങളെ ബാധിക്കില്ല എന്നൊരു അമിതാത്മവിശ്വാസം അതിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവര് സത്യത്തിൽ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു പൊട്ടൽ ഉണ്ടായ സമയത്ത് തന്നെ അവരവരെ വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ അവര് അവിടെ കുടുങ്ങിപ്പോയി. പെട്ടെന്ന് അവര് പറയുന്നത്, ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ ഒരു ശബ്ദമാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. അത്രയും ഭയാനകമായ ശബ്ദം. അതുപോലെ തന്നെ രാത്രി 1:30 മണിക്ക് ഞാൻ പുറത്തിറങ്ങിയപ്പോ വല്ലാത്ത വെളിച്ചം ആ ഭാഗത്ത് ഞാൻ പെട്ടെന്ന് കണ്ടു. എനിക്ക് അതുപോലെ കണ്ണിൽ ഫീൽ ചെയ്തു. വല്ലാത്തൊരു പകല് പോലൊരു വെളിച്ചം അവിടെ ഞാൻ കണ്ടു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഞാൻ ചളിയിൽ മുങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്റെ ഭർത്താവും അവിടെ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു അണ്ണയ്യ എന്ന് പറയുന്ന വ്യക്തിത്വം, ഇവരൊന്നും ക്യാമറക്ക് മുമ്പിൽ വന്നിട്ടില്ല. ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്തിയ വ്യക്തിത്വമാണ് ഈ അണ്ണയ്യ എന്ന് പറയുന്ന അവിടുത്തെ ഒരു എസ്റ്റേറ്റ് ജീവനക്കാരൻ. അവരാണ് ഇവരെ ഈ ചളിയിൽ പൂണ്ട് കിടന്നവരെ മരണത്തിൽ ആയി എന്ന് തന്നെ പറയാമെന്ന് അവർ പറയുന്നത്. അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് അവരുടെ തൊട്ടടുത്ത വീട്ടിലുള്ള അവരുടെ സഹോദരി, ഇവരെല്ലാവരും തൊട്ടടുത്തുള്ള മലയിലേക്ക് കയറി നിൽക്കുമ്പോൾ അവരുടെ വീടും അവരുടെ ഇത്രയും കാലത്തെ സമ്പാദ്യവും അവരുടെ ആയുസ്സിൽ അവർക്കുള്ള എല്ലാം ഒലിച്ചു പോകുന്നത്, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത് നേർക്ക് നേരെ അവർ കണ്ടുകൊണ്ടിരിക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തും പ്രായമായ ഉപ്പയും ഉമ്മയും അവര് ആ സമയത്തും കൂട്ടിപ്പിടിച്ചിരുന്നു അവരെയും. അവർ രക്ഷപ്പെടുന്നതിനിടക്ക് ആ ഒരു വെപ്രാളത്തിനിടക്ക് അവരെയും അവരെ തോളിലേറ്റി വയ്യാത്ത ആ ഉപ്പയും ഉമ്മയും അവരെ രക്ഷപ്പെടുന്നതിനിടക്ക് അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചത്. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്, എന്താണ് ഇവിടെ ഉള്ളത്? സത്യത്തിൽ ഞങ്ങള് കയറി വീട്ടിലേക്ക് ആ ചെറിയൊരു മുറ്റത്തേക്ക് കയറി നിന്നപ്പോ ഞങ്ങൾക്ക് എടുത്തു തരാൻ ഒരു കസാല പോലും ആ വീട്ടിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് 5 പേര് കയറിയിരുന്നു, 3 പേര് മാത്രം ഇരുന്ന് സംസാരിച്ചു. അപ്പം അവര് ഞങ്ങളോട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഇപ്പൊ ഞങ്ങൾക്കൊന്നും വേണ്ട എന്നുള്ളതാണ്. സത്യത്തിൽ അതും ഒരു വലിയൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നി. അവര് ഒന്നുമില്ല അവരുടെ അടുത്ത് എന്നുള്ളത് സത്യത്തിൽ ബോധ്യമാണ്. അവര് 3 വീടുകളിലേക്കാണ് ഇനി പോവാനുള്ളത്. ആ 3 വീടുകളിലേക്ക് പോകുമ്പോൾ അവരുടെ അടുത്ത് ഫർണിച്ചറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ തന്നെ അവരോട് അവർക്ക് തരാൻ പ്രയാസം, എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാൻ പ്രയാസം. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തകന്മാർ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു അവരുടെ ഈ സംസാരത്തിനിടയിൽ. സത്യത്തിൽ അവരപ്പോ പറയാണ്, ഞങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഒന്നുമില്ലാത്ത ആളുകളാണ് പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു വല്ലാത്തൊരു സ്വാധീനമായിട്ട് തോന്നിയത്. സത്യത്തില് മഖ്റജ എന്ന് പറയുന്ന ആ ആയത്തിനോട് വളരെ അള്ളാഹുവിനെ അവർക്ക് ചെയ്യാനുള്ളത് അതാണ്. നമ്മള് അവരോടുള്ള സംസാരത്തില് അവര് രണ്ടുപേരും നല്ല കൗൺസിലിംഗ് രീതിയിൽ ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലായപ്പോ കുറെ നേരം അവരുമായിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി അവരുടെ അടുത്ത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ചില സ്വഭാവങ്ങളും ചില ആചാരങ്ങളും ഒക്കെ അവരിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും അള്ളാഹു മാത്രം, അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു
പോയിന്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മാഷാ അല്ലാ. കുറച്ച് സംസാരിച്ച സമയത്ത് രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിന്നു. അപ്പൊ ഇതില് അവരോട് ഇപ്പോൾ പറഞ്ഞു, അസ്ഹർ പറഞ്ഞ ഒരു പോയിന്റ് ഇവിടുത്തെ ഒരു കോമൺ വിഷയമാണ് ശരിക്ക്. അതായത് പിന്നെ ആ ക്യാമ്പിൽ അതിൻ്റെ കൺക്ലൂഷൻ സെഷനിൽ എല്ലാവരും ഒരേപോലെ പറഞ്ഞ കാര്യമാണ്, ആർക്കും ഒരു ആർത്തിയില്ല, ഓലെല്ലാം റെഡിയാണ്, ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ എല്ലാം റെഡിയാണ്, ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് നമുക്ക് ഇരിക്കാനൊരു കസേര പോലും തരാനില്ല. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട പലതുമില്ല. ഞങ്ങളൊരു വീട്ടിൽ കയറി, വളരെ സമ്പന്നനായൊരു മനുഷ്യനാണ് അദ്ദേഹം, വളരെ സമ്പന്നനാണ്. ഈ ചൂരൽമല അങ്ങാടിയിലെ 4-5 കടമുറികൾ, അവിടുത്തെ ഏറ്റവും നല്ല ബിസിനസ്, അദ്ദേഹത്തിൻ്റെ മോൻ ഒക്കെ എല്ലാവരും നല്ല സ്റ്റേജിലുള്ള ആളുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞ എനിക്കൊരു 2-3 കോടി രൂപയുടെയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വലിയൊരു വീടാണിത്. ഒരു വലിയ വീട് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്തിനെയാണ് കാണാൻ പോകുന്നത്. കാരണം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്. പിന്നെ വ്യക്തിനെയാണ് കാണാൻ പോകണമെന്നുള്ളവർക്ക് ചെല്ലുകയാണ്. പക്ഷേ ഇവർ വാടകയ്ക്ക് എടുത്തൊരു സ്ഥലമാണ്, വേറൊരു ഏജൻസി വാടക കൊടുത്താണ് അവരോട് താമസിക്കുന്നത്. അപ്പം ഈ വീട്ടിൽ ഇഷ്ടംപോലെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫർണിച്ചർ അവർക്ക് കൊണ്ടുപോകേണ്ട ഒരു സമയം ഇപ്പോൾ അവർ കൊണ്ടുപോയി. ആളുകൾ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ ഓക്കെ ആണെന്നാണ്. അപ്പം അവിടെ എല്ലാം ഉണ്ട്, അവിടെ ഓക്കെ ആണെന്ന് ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ സാധനം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന ആവശ്യങ്ങൾ തന്നെ ആളുകൾക്ക് വേണം. ഇപ്പോൾ ഇന്നലെ നമ്മുടെ വനിതകളുടെ വിസ്റ്റം വിമൻ്റെ സംസ്ഥാന ലീഡർഷിപ്പ് ഡോക്ടർ റസീല, ഉമ്മു സൽമ ബി ടീച്ചറൊക്കെ അടങ്ങുന്ന, സെഹർ ടീച്ചറൊക്കെ അടങ്ങുന്ന ടീം ഞങ്ങളുടെ തൊട്ടടുത്ത ദിവസം പിന്നെ ഞായറാഴ്ച അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വിസിറ്റ് ചെയ്തപ്പോൾ ഒരു വീട്ടിൽ പോയ ഒരു അനുഭവം പറയണ്ടായത്, ഒരു സ്ത്രീ, അവർ ട്രീറ്റ്മെൻറ്റിന് പോകണില്ല, ട്രീറ്റ്മെൻറ്റിന് പോകാത്തതിൻ്റെ കാരണം ഡ്രസ്സില്ലാത്തതാണ്. അതായത് ഇന്നർ വെയേഴ്സും വീട്ടിൻ്റെ ഉള്ളിലിടേണ്ട ഡ്രസ്സൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡ്രസ്സില്ല. അപ്പോൾ സ്പോട്ടിൽ അവർ ആദ്യം ഇടപെട്ടു, വേണ്ട കാര്യം ചെയ്തു കൊടുത്തു. ഒരു കിഡ്നി പേഷ്യൻ്റാണ്. അപ്പം ഒരു പൈസ കൊടുത്തു, അതിലൊരു 500 രൂപ ബാക്കി വെച്ചു. ഇല്ല, ഇനി ഏട്ടന് ജോലി ഉണ്ട്, ഏട്ടന് ജോലിക്ക് പോയിട്ട് കിട്ടുമല്ലോ, കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ വേണമെന്ന് പറയുന്നൊരു സാഹചര്യമല്ല. നമുക്ക് അബ്ദുറഹ്മാനിലേക്ക് കൂടി പോകണം. അബ്ദുറഹ്മാൻ, താങ്കളുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കൂ. വലൈക്കും സ്ലാം. പറഞ്ഞോളൂ, നേരിട്ട് വിഷയത്തിലേക്ക് കടന്നോളൂ. 4 പേരാണ് ഉണ്ടായിരുന്നത് ടീമില്. ഒരു 20-ലധികം കുടുംബങ്ങളെ സന്ദർശിക്കാനുണ്ടായിരുന്നു. അവിടെ ആദ്യം തന്നെ എന്ന നമ്പറുള്ള ആളുകളെ ആദ്യം ബന്ധപ്പെട്ടു. അപ്പോൾ മേപ്പാടി ഞങ്ങൾ ഉണ്ടായതിന്റെ വളരെ അടുത്തുള്ള ആളുകൾ തന്നെയായിരുന്നു. അവിടെ മേപ്പാടി ടൗണിൽ വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ആളുകളായിരുന്നു. ആദ്യമായി ഒരു സുഹൃത്തിനെ വിളിച്ച് കിട്ടി, തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് അങ്ങനെ ആ വീട്ടിൽ പോയപ്പോൾ കയറുന്ന സമയത്ത് തന്നെ കുറെ ചെരുപ്പുകൾ, ചെറിയൊരു ക്വാർട്ടേഴ്സ് ആണ്, കുറെ ചെരുപ്പുകൾ പുറത്ത്. അവർ സംസാരിച്ചാൽ മനസ്സിലാകുന്നത് ആ ചെറിയൊരു ക്വാർട്ടേഴ്സിൽ 4 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരം അവരോട് സംസാരിച്ചു. അപ്പൊ അതിലൊരു സഹോദരന് ശരിക്കും കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സങ്കടം, എല്ലാവരും സങ്കടത്തിലായിരിക്കും. എന്നുവെച്ചാല് മൂപ്പര് വയനാടിന് ശരിക്കും ആ ദുരന്തം ശരിക്കും ഞാനൊക്കെ എനിക്ക് തോന്നി വെച്ചാൽ ആ ദുരന്തത്തില് നമ്മൾ പോലും ഉൾപ്പെട്ട ഒരു ലൈവ് രീതിയിൽ ആ സഹോദരന് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടില് അമ്മ 7 പേരുണ്ടായ വീട്ടില് പിന്നെ അദ്ദേഹത്തിന്റെ 36 വയസ്സായ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ 3 ആൺമക്കളും അമ്മയും പെങ്ങളുടെ കുട്ടിയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ നല്ല പരിക്കിട്ടുണ്ടായിരുന്നു. 3 ആഴ്ചയോളം ICUലായിരുന്നു അദ്ദേഹം. ചെവിക്ക് പിന്നെ പരിക്ക് പറ്റി, കഴുത്തിന്റെ ഭാഗത്തൊക്കെ പരിക്ക് പറ്റി, ഭാര്യക്ക് മാരകമായി പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സങ്കടമായ അവസ്ഥയായിരുന്നു. അവിടുത്തെ കാര്യങ്ങള് വെച്ചാല് പിന്നെ ശബ്ദം കേട്ട് ഉണർന്നപ്പോ ചളിവെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. കഴുത്തോളം ചളിവെള്ളം, കണ്ണിലും മൂക്കിലും പൊടിയൊക്കെ കയറി. അദ്ദേഹം പറഞ്ഞ വെച്ചാല് വെള്ളം കയറി കട്ടില് ബെഡോട് കൂടി മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി, ഇങ്ങനെ താഴ്ത്തി ചുറ്റി, ഇങ്ങനെ വലിഞ്ഞ് ചുറ്റി. മരങ്ങൾ വന്നടിച്ചു, കല്ല് മുഖത്ത് കടിച്ചു. ആ സമയത്ത് കുട്ടി അച്ഛ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടീൻ്റെ അടുത്തേക്ക് നീങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അദ്ദേഹത്തിന്.
പിന്നെ അദ്ദേഹം ഒരു രോഗി കൂടിയാണ്, ആസ്മ രോഗിയായിരുന്നു. അത് പിന്നെ അദ്ദേഹം പറഞ്ഞ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ മുമ്പിൽ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്, എന്നാലും എത്താൻ പറ്റുന്നില്ല. ഓക്കെ, അബ്ദുറഹ്മാൻ നമ്മുടെ ക്യാമ്പിലും ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്ക് പിന്നെ വേറെയും കുറേ അധികം സുഹൃത്തുക്കൾ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഒരു തീവ്രത നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പം മലത്തിൽ മണ്ണാണ് പലരുടെയും, ഛർദ്ദിക്കുമ്പോൾ മണ്ണ് വരികയാണ്, ചെവിയിൽ നിന്നൊക്കെ മണ്ണ് ചാടുന്ന അവസ്ഥ ഉണ്ട്. പിന്നെ കണ്ണ് പൂർണ്ണമായും കാഴ്ചകൾ കിട്ടാത്ത ആ അവസ്ഥ പലർക്കും ഉണ്ട്. അപ്പം ശരിക്കും വലിയ ഒരു മെഡിക്കൽ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്. ശരിക്കും വയനാട് എന്ന് പറയുന്നത് മെഡിക്കൽ സംവിധാനങ്ങൾ 100% പരാജയം എന്ന് പറയാവുന്നൊരു സ്ഥലമാണ്. ഇപ്പം ഞാനവിടെ ഒരു തുടർച്ചയായ 5 വർഷം ഖുത്ബക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ വന്നാൽ, കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചുരത്തിലെ സങ്കീർണമായ പിന്നെ ട്രാഫിക് പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ട് അവർക്ക് ഏറ്റവും ആദ്യത്തെ മറ്റ് ഇഖ്റ ഹോസ്പിറ്റലിലേക്കാണ്. അത്രയും സങ്കീർണമാണ് അവിടുത്തെ ഇത്. ഇപ്പോൾ അവിടെ വിംസൊക്കെ വന്ന് ആശ്വാസങ്ങളുണ്ട്. പക്ഷേ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പ്രത്യേകിച്ച് അസ്ഥി രോഗം, ENT, പിന്നെ സൈക്കാട്രി പോലെയുള്ള വ്യത്യസ്ത മെഡിക്കൽ വിഭാഗങ്ങളിലുള്ള വലിയ ദൗത്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ആഹ്വാനം ചെയ്യുന്നു, നമ്മൾ നിർദ്ദേശിക്കുന്നു വിവിധ സംഘടനകളോട്, സമൂഹത്തോട്. നമ്മളൊക്കെ എത്രയൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ അവിടെ ഓർഗനൈസ് ചെയ്താലും സംഘടിപ്പിച്ചാലും അത് മതിയാകാത്തതാണ്. മാത്രമല്ല, ഏകദേശം ഇവിടെ ചില വിവാദങ്ങൾ വന്നപ്പോൾ മീഡിയകളൊക്കെ അവിടുന്ന് ഏകദേശം കൊണ്ട് പോന്നു അല്ലേ. അവരിപ്പോൾ അവിടെ തനിച്ചാണ്. ഒറ്റപ്പെട്ട മീഡിയകൾ ചില പിന്നെ ഫോളോ അപ്പുകളൊക്കെ നടത്തുന്നുണ്ടാകും. എന്തായാലും ഒരു വലിയ സങ്കീർണ സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, നമ്മോടൊപ്പം ഇപ്പോൾ ഫീഡ്ബാക്കിൽ ഒരു സഹോദരൻ, ഇന്ന് താജുക്ക ടീമും സന്ദർശിച്ച വയനാട് റെസ്ക്യൂ ടീമിൻ്റെ ഒരു ഭാഗമായ മൊയ്തീൻ പാറപ്പള്ളി, അദ്ദേഹം നമ്മുടെ ഫീഡ്ബാക്കിൽ ഒരു അനുഭവം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം ഹൃദയം നുറുങ്ങുന്ന വേദനകളാണ് വയനാടിന് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് റെസ്ക്യൂ ടീമിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. മൊയ്തീൻ പാറപ്പള്ളിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, വളരെ വൃത്തിക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നല്ല ഗംഭീരമായി എഴുതിയിട്ടുണ്ട്. ആ യാത്രയെ ഏകദേശം നമുക്ക് പിന്നെ പൂർണ്ണമായി വരക്കാവുന്ന ഇത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. മൊയ്തീൻ പാറപ്പള്ളി ലൈവിലുണ്ട് എന്നുള്ളതിലുള്ളൊരു സന്തോഷം പ്രത്യേകം പറയാണ്. നമുക്ക് വേറെ ഒരാളിലേക്ക് കൂടി പോകണം. സൂപ്പി, എൻ്റെ പ്രിയ സുഹൃത്ത് സൂപ്പി, അദ്ദേഹം നമ്മളോടൊപ്പം ഈ ഒരു സെഷനിൽ ചേരുകയാണ്. സൂപ്പി, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം. സൂപ്പി, കേൾക്കാമോ? ഇല്ല, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഓക്കെ. അദ്ദേഹം നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഏതായാലും നമ്മൾ അടുത്ത സെഷനുകളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഒരു സമകാലികം സെഷൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നുസാൻ, നമുക്കിവിടെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, വയനാട്ടിലെല്ലാം നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ്, ഇനിയൊന്നും ആവശ്യമില്ല, ഒക്കെ ഓക്കെയാണ് എന്നല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ചിത്രം. ഇത് ഞങ്ങൾ പറയുന്നത് ആധികാരികമാണ്. വളരെ കൃത്യമായി പ്രിപ്പയർ ചെയ്ത, വളരെ ഗൈഡൻസ് കൊടുത്ത വളണ്ടിയേഴ്സിനെ വീടുകളിൽ അയച്ച്, ഇവിടെ നിങ്ങൾ കേട്ടല്ലോ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് 4 ആളോടാണ് സംസാരിച്ചത്. അത്രയും വിശദമായി അവരെ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ 10 ആളോട്, ചില ആളുകൾ 6 ആളോട്, 7 ആളോടൊക്കെ, അങ്ങനെ പലരോടും, ചിലത് ടീമായിട്ടിരുന്നിട്ടാണ് സംസാരിച്ചത്. ആ സംസാരങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും, നമ്മൾ അതിജീവിക്കുമെന്ന് പറയുമ്പോഴും ഒരുപാട് ആശങ്കകൾ ഉണ്ട്. കേവലം കമൻ്റ് കൊണ്ട് അതിജീവിക്കാൻ പറ്റില്ല. ആഴമുള്ള വേരുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അതിന് ഇവിടുത്തെ പബ്ലിക്കിനെ, ഗവൺമെൻറ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതെന്ന് ഈ സെഷനിൽ നേരത്തെ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാവരെയും, കഴിഞ്ഞ ദിവസം നമ്മൾ ജിഹാദ് എന്ന് പറയുന്ന പിന്നെ യൂത്ത് കെയറിൻ്റെ ഭാരവാഹിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, തെരുവ് നായ ഇങ്ങനെ പോയിട്ട് മൺകൂനയിൽ മാന്തിയിട്ട് കാണിച്ചു കൊടുത്തു ബോഡി എന്ന് പറഞ്ഞു. പൂച്ചക്കുട്ടി മുതൽ പൂർണ്ണ മനുഷ്യർ, പൂർണ്ണമായും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യർ വരെയുള്ളവരുടെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ആളുകൾക്ക് അവരെന്ത് ചെയ്യണമെന്ന് കൂടുതൽ വിസിബിളാകണം. നമ്മൾ വീണ്ടും ആവശ്യപ്പെടുന്നു, ഒരു ഡാഷ്ബോർഡാണ് ആവശ്യം. എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ആവശ്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ആളുകൾക്ക് അവരുടെ പിന്നെ ആവശ്യങ്ങൾ പരിഹരിക്കാനൊക്കെ കഴിയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. വിസ്റ്റം യൂത്ത് ഇത് കേവലം ഡയലോഗായി പറയുന്നതല്ല, നമ്മൾ
ആളുകളുടെ അടുത്തൊക്കെ അവരുടെ റിക്വസ്റ്റ്, അവരുടെ ആവശ്യങ്ങൾ പൂരിപ്പിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഡാഷ്ബോർഡ് ഉണ്ട്. നമ്മൾ കൃത്യമായി ഇത് മാനേജ് ചെയ്ത് പോകാൻ ശ്രമിക്കും. നമ്മളെപ്പോലത്തെ ഒരു കുഞ്ഞു സംഘടനക്ക് നിർവഹിക്കാവുന്ന വലിയ ദൗത്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ തീർച്ചയായും പറയാം. മീഡിയകൾ അതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ അവസാനിച്ച് വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും അവിടെ റിഹാബിലിറ്റേഷൻ വർക്കുകളൊന്നും അവസാനിക്കേണ്ട സമയമായിട്ടില്ല എന്നുകൂടിയാണ് ഈ ഒരു സമകാലിക സെഷനിലൂടെ നമുക്ക് അത് അവസാനിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഈ സെഷനിൽ നിന്ന് ഫ്രീ ആകുന്നു. നേരെ മധുരം ഖുർആൻ സെഷനിലേക്ക്.